എല്ലാവർക്കും നമസ്കാരം. സാഡോ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ സൗജന്യ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീകാന്ത് സാറ്. അപ്പോൾ നമുക്ക് മലയാളമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ മലയാളത്തിൽ കഥയും കവിതയും ഒക്കെ നമുക്ക് പഠിക്കുവാനുണ്ട്. അപ്പോൾ മാതൃഭാഷ നിങ്ങൾക്ക് വളരെയേറെ ഇഷ്ടമുള്ളൊരു വിഷയമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്, അല്ലേ? മാതൃഭാഷ പഠിക്കാൻ എല്ലാവർക്കും ഓരോരോ കാരണങ്ങളുണ്ട്. അപ്പോൾ ആ ഇഷ്ടത്തോടു കൂടി തന്നെ നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ എല്ലാവരും ആസ്വദിച്ച് തന്നെ പഠിക്കുക. നമ്മൾ ഈ ഒരു വർഷക്കാലം, ഈ പ്ലസ് ടു പഠനകാലത്ത് നമുക്ക് നല്ല രീതിയിൽ മലയാളത്തിന് നല്ല സ്കോർ വാങ്ങാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ്. അപ്പോൾ നന്നായി പഠിച്ചാൽ, മനസ്സിലാക്കി പോയാൽ അതിൻ്റെ പ്രയോജനം നമുക്കുണ്ടാകും. അപ്പോൾ ഇതിൽ നിങ്ങളുടെ പ്ലസ് ടു പഠന സിലബസിൽ വന്നിരിക്കുന്നത് എഴുത്തകം, തനതിടം, ദർപ്പണം, മാധ്യമം എന്നിങ്ങനെ ഉള്ള യൂണിറ്റുകളാണ്. അപ്പോൾ അതിൽ 4 ടോപ്പിക്കുകൾ, 4 അധ്യായങ്ങൾ വെച്ചുണ്ട്. അതിൽ എഴുത്തകത്തിൽ കണ്ണാടി കാൺമോളവ് എന്നുള്ള ആദ്യ ഭാഗം ആണ് നമുക്കിന്ന് തുടങ്ങി വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓണത്തിന് എക്സാമൊക്കെ ഉണ്ടാകും. അതിന് മുന്നേ കുറേ പോർഷൻസൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ കണ്ണാടി കാൺമോളവ് എന്നുള്ള ആ ഒരു അധ്യായം, അപ്പോൾ അതിനകത്ത് എഴുത്തകം, അല്ലേ? അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഈ എഴുത്തുകൾ, പുതിയ ലേഖനങ്ങൾ, കവിതകൾ, ഇവയൊക്കെ നമ്മുടെ മാതൃഭാഷയിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വന്നു ചേരുന്നുണ്ട്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാൻ വയ്യാത്ത കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അല്ലേ? പ്രകൃതിയെക്കുറിച്ച് പഠിക്കുന്നു, ജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കുന്നു, മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്നു, അല്ലേ? കുറേ മൂല്യങ്ങൾ, സാൻമാർഗിക മൂല്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്, അല്ലേ? ഇതൊക്കെ നമ്മുടെ ഒത്തിരി വലിയ മാറ്റങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ EC സുദർശൻ്റെ മാതൃഭാഷയുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ ഒരു പ്രധാന ഭാഗം, ഇപ്പോൾ മാതൃഭാഷയിലൂടെ, അല്ലെങ്കിൽ മാതൃഭാഷ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ശാസ്ത്രജ്ഞനെ സ്വാധീനിച്ചത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നതെന്ന് അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്. പാഠഭാഗത്തിൻ്റെ തുടക്കത്തെ കുറച്ച് വരികളിൽ പറയുന്നുണ്ട്. അപ്പോൾ മാതൃഭാഷയെക്കുറിച്ചുള്ള EC സുദർശൻ്റെ അഭിപ്രായത്തെ മുൻനിർത്തി മാതൃഭാഷ പഠനത്തിൻ്റെയും മാതൃഭാഷയിലൂടെയുള്ള പഠനത്തിൻ്റെയും പ്രസക്തിയെക്കുറിച്ച് വിശദമാക്കുക എന്ന് പറയുന്ന ഒരു ചോദ്യവും അതിനകത്ത് വരുന്നുണ്ട്. 8 മാർക്കിനുള്ളൊരു ചോദ്യമാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ 8 മാർക്കിനുള്ള ചോദ്യത്തിൽ നമുക്ക് 8 മാർക്കും മേടിക്കണ്ടേ? തയ്യാറാണോ നിങ്ങൾ? അപ്പോൾ എന്താണ് മാതൃഭാഷാ പഠനം നമുക്ക് നൽകുന്ന ആ ഒരു ആശയം, അല്ലേ? അപ്പോൾ മാതൃഭാഷയെ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മളിൽ വരുത്തുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ലോകപ്രശസ്തനായ മലയാളി ഭൗതിക ശാസ്ത്രജ്ഞനാണ് EC സുദർശൻ. അദ്ദേഹം പറയുകയാണ്, ഫിസിക്സിലെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് എന്നെ നയിച്ചത് എൻ്റെ അന്നത്തെ ആ കാലത്തെ മലയാളം ക്ലാസ്സുകളായിരുന്നു എന്നെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കൊക്കെ എന്നെ കൊണ്ടുപോയത്. ലോകം ആദരിക്കുന്ന EC സുദർശൻ്റെ പോലെയുള്ളൊരു ശാസ്ത്രജ്ഞൻ്റെ വാക്കുകളാണ് കേട്ടോ ഇത്. നമുക്ക് നമ്മുടെ മാതൃഭാഷയെ, മലയാളത്തിൻ്റെ ആ ഒരു ശക്തിയും സൗന്ദര്യവും ഒക്കെ മനസ്സിലാക്കാനായിട്ട്, അല്ലെ, മാതൃഭാഷയെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുമ്പോൾ, അതിൽ നമ്മുടെ ആശയങ്ങൾ കൈമാറുമ്പോൾ നമുക്ക് എന്താണ്, കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ലോകത്തുള്ള പല കാര്യങ്ങളും ഇന്ന് നമുക്ക് വിരൽത്തുമ്പിലാണ്, അല്ലേ? നമുക്കൊരു വിരൽത്തുമ്പിൽ ഇന്ന് എല്ലാ കാര്യങ്ങളും അറിയാം, അല്ലെ? ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഏത് കാര്യത്തെക്കുറിച്ച് അറിയാൻ പറ്റും. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി, EC സുദർശൻ എന്ന് പറയുന്ന ആ ശാസ്ത്രജ്ഞൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, അല്ലേ? ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ശാസ്ത്രജ്ഞനാകുവാനായിട്ടുള്ള ഒരു പ്രചോദനമായത് അദ്ദേഹത്തിൻ്റെ സ്കൂൾ കാലഘട്ടത്തിലുള്ള ആ ഒരു മാതൃഭാഷ പഠനമാണ്. അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന ആ ഒരു പഠന രീതിയാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചത്. അപ്പോൾ ആ ഒരു സ്വാധീനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. തനിക്കൊരു ലക്ഷ്യമുണ്ടായി. ആ ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് നടന്നെടുക്കാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചത് ആ ക്ലാസ്സിലെ പഠനമായിരുന്നു. അപ്പോൾ നമ്മുടെ മാതൃഭാഷയെ, മലയാളത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ അടിസ്ഥാനത്തിൽ നമുക്ക് മാതൃഭാഷാ പഠനത്തിൻ്റെയും മാതൃഭാഷയിലൂടെയുള്ള പഠനത്തിൻ്റെയും പ്രാധാന്യം എന്താണെന്ന് നോക്കാം. അപ്പോൾ സാമൂഹിക ജീവിതത്തിൽ ഇടപെടലുകൾ നടത്താനും ലോകത്തിൻ്റെ വിഗതികൾ അറിയാനും നമ്മെ പ്രാപ്തനാക്കുന്നത് നമ്മുടെ മാതൃഭാഷയാണ്, അല്ലേ? നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നത് നമ്മുടെ മാതൃഭാഷയിലൂടെയാണ്, അല്ലേ? പത്രങ്ങളിലൂടെ, TV-യിലൂടെയൊക്കെ നമ്മൾ വാർത്തകൾ അറിയാം. പക്ഷെ ഇതൊക്കെ അല്ലെ മാതൃഭാഷയിലാണ്, അല്ലേ? അവരവരുടെ മാതൃഭാഷയിലാണ് അവിടുത്തെ മാധ്യമങ്ങളൊക്കെ അല്ലെ സംരക്ഷണം ചെയ്യുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ ഗതിവിധികൾ, അല്ലെങ്കിൽ ലോകത്തിൽ നടക്കുന്ന മാറ്റങ്ങളൊക്കെ അറിയാനും അതൊക്കെ നമ്മളെ പ്രാപ്തനാക്കുന്ന എന്താണ്? മാതൃഭാഷയാണ്.
ഭാഷ ഒരേ സമയം തന്നെ ഒരു ജ്ഞാനമേഖലയും ഇതര ജ്ഞാനമേഖലകളുടെയും സംസ്കാരത്തിൻ്റെയും വിനിമയവും മാധ്യമവുമാണ്. എന്താണ്? അറിവിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്കാരം, നമ്മളെ സാംസ്കാരികപരമായിട്ട് ഒരു മനുഷ്യനാക്കി തീർക്കുന്നത്, അല്ലേ? മൂല്യങ്ങളെക്കുറിച്ച്, നന്മയെക്കുറിച്ച്, തിന്മയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്ന എന്താണ്? നമ്മളും പഠിച്ച ആ മാതൃഭാഷയിലൂടെയാണ്, അല്ലേ? നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് മലയാളമാണ്, അല്ലേ? ഇപ്പോൾ കേരളീയരായിട്ടുള്ളവരുടെ എല്ലാ മാതൃഭാഷ എന്താണ്? മലയാളമാണ്. അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും അവരുടേതായ മാതൃഭാഷകളുണ്ട്. തമിഴ്നാട്ടിൽ തമിഴാണ്, അതിലെ കർണാടകത്തിൽ കന്നഡയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ മാതൃഭാഷകളുണ്ട്, അല്ലേ? ഇതൊക്കെ അവരുടേതായ ജീവിത രീതിയുണ്ട്, വേഷവിധാനങ്ങളുണ്ട്. അവർ സംസാരിക്കുമ്പോഴൊക്കെ, അല്ലേ? അവരുടെ ആ ഒരു ഭാഷയുടെ ആ ഒരു ഉള്ളിലുള്ള ആ ഭാഷ ഇങ്ങനെ തെളിഞ്ഞു വരും. ഇപ്പം നമുക്ക് മലയാളമാണ് ഇഷ്ടം. അപ്പോൾ മലയാളം സംസാരിക്കും, മലയാളികൾക്ക് പൊതുവായിട്ടുള്ളൊരു സംസാര രീതിയുണ്ട്, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് മാതൃഭാഷാ പഠനത്തിൻ്റെയും മാതൃഭാഷയിലുള്ള പഠനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. അത് സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടലുകൾ നടത്താനും ലോകത്തിലെ മാറ്റങ്ങൾ തിരിച്ചറിയാനും മാതൃഭാഷ നമ്മെ സഹായിക്കുന്നു. അതോടൊപ്പം ഒരേ സമയം തന്നെ ഒരു അറിവിൻ്റെ മേഖലയിലും ഇതര ജ്ഞാന മേഖലയിലും നമ്മുടെ സംസ്കാരത്തിൻ്റെയും വിനിമയത്തിൻ്റെയും ഒക്കെ നമ്മൾ സംസാരിക്കുകയും നമ്മൾ ആശയങ്ങൾ കൈമാറുകയും ചെയ്യുന്നതൊക്കെ നമ്മുടെ മാതൃഭാഷയിലൂടെയാണ്. അതുകൊണ്ട് ഭാഷ ഒരു പാഠ്യവിഷയവും മറ്റുള്ള പാഠ്യവിഷയങ്ങൾ പഠിക്കാനുള്ള ഒരു മാധ്യമമാണ്. നമുക്ക് മാതൃഭാഷയിൽ മലയാളം നമ്മൾ മാതൃഭാഷയിൽ പഠിക്കാതിന് ശേഷം സയൻസോ ഹിസ്റ്ററിയോ മറ്റു വിഷയങ്ങളോ ഒക്കെ നമുക്ക് എന്താണ് മാതൃഭാഷയിൽ പഠിക്കാൻ പറ്റും, അല്ലേ? ഇന്ന് നമുക്ക് പരീക്ഷയൊക്കെ മലയാളത്തിൽ എഴുതാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ട്, അല്ലേ? ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് പോലുള്ള സബ്ജക്റ്റുകൾ, സയൻസ് ഒക്കെ നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും. ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ സഹായിക്കുന്നത് മുതൽ സൗന്ദര്യം ആസ്വദിക്കാനും ആസ്വദിച്ച സൗന്ദര്യത്തെ സർഗാത്മകമായി ആവിഷ്കരിക്കാനും ഭാഷ നമ്മെ പ്രാപ്തനാക്കുന്നു. അപ്പോൾ ഭാഷ എന്താണ്? ഭാഷ എന്തൊക്കെയാണ് നമുക്ക് നൽകുന്നത്? നമുക്ക് കഥയോ കവിതയൊക്കെ എഴുതാനും നമ്മുടെ ആശയങ്ങൾ കൈമാറാൻ മാത്രമല്ല, കഥ എഴുതാൻ, കവിത എഴുതാൻ, നല്ല രീതിയിൽ ചിന്തിക്കാനായിട്ട്, നല്ല രീതിയിൽ സംസാരിക്കാനായിട്ടൊക്കെ മാതൃഭാഷ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ മാതൃഭാഷ വിനിമയത്തിനുള്ളൊരു ഉപാധി മാത്രമല്ല, അല്ലേ? സംസാരിക്കാൻ വേണ്ടി മാത്രമാണോ? തന്നെ പറയാൻ മാത്രമാണോ? അല്ല. എന്താണ്? ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അത് സ്പർശിക്കുന്നു, അല്ലെ? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ മാതൃഭാഷ നമ്മളോടൊപ്പം ഉണ്ട്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ സ്വപ്നങ്ങൾ, അല്ലേ? നമ്മുടെ ഓരോരോ മാറ്റങ്ങൾ, നമ്മുടെ ആരോഗ്യപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാകാനായിട്ടൊക്കെ ഈ മാതൃഭാഷാ പഠനം വളരെ സഹായകമാണ്. പുതിയ പുതിയ ആശയങ്ങളുടെ രൂപീകരണത്തിനും സർഗാത്മകമായ കണ്ടെത്തലുകൾക്കും മാതൃഭാഷാ പഠനം നമ്മളെ സഹായിക്കുന്നുണ്ട്, അല്ലേ? പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ ചിന്തകളൊക്കെ ഉണ്ടാകാനായിട്ട് നമുക്ക് മാതൃഭാഷാ പഠനം സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്? നമുക്ക് കൂടുതൽ അറിവുണ്ടാക്കാനായിട്ട് നമ്മൾ മലയാള ഭാഷയിൽ മാത്രമല്ല, നമുക്ക് സയൻസ് സബ്ജക്റ്റ് ആണെങ്കിലും ഹിസ്റ്ററിക്കാണെങ്കിലും, അല്ലേ? ഒക്കെ മറ്ററിവുകൾ നേടാനായിട്ട് നമ്മുടെ മാതൃഭാഷ പഠിക്കുന്നതിലൂടെ ആ ഭാഷയിൽ തന്നെ മറ്റു വിഷയങ്ങൾ പഠിച്ചും വായിച്ചും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം കൂടെ നമുക്ക് ഈ മാതൃഭാഷ പഠിക്കുന്നതിലൂടെ സാധിക്കും, അല്ലേ? അതുപോലെ തന്നെ ചിന്തയും അറിവിനെയും കൂടുതൽ സർഗാത്മകമാക്കാനും മാതൃഭാഷ പഠനം സഹായിക്കുന്നു. നമ്മൾ യുക്തിചിന്ത ഉണ്ടാക്കാൻ സഹായിക്കുന്നു, ബുദ്ധി വികാസത്തിന് സഹായിക്കുന്നു. നമുക്ക് സമൂഹത്തോടൊരു കടപ്പാടുണ്ട്. ആ കടപ്പാട് എന്താണെന്ന് മനസ്സിലാക്കാനും അത് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ, ജീവിത മൂല്യങ്ങൾ വളർത്തിയെടുക്കാനും ഒക്കെ നമ്മൾ ഭാഷ പഠിക്കുന്നതുകൊണ്ട് സാധിക്കും. ഭാഷ പഠിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ലൊരു വ്യക്തിയായിട്ട് നമുക്ക് തീരാൻ പറ്റുള്ളൂ, അല്ലേ? മാതൃഭാഷയാണ് നമുക്ക് നന്മയെയും തിന്മയെയും കുറിച്ച് പറഞ്ഞു തരുന്നത്, ശരി തെറ്റുകളെക്കുറിച്ച് നമ്മളെ ബോധവാന്മാർ ആക്കി മാറ്റുന്നത്. അതോടൊപ്പം വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് മാതൃഭാഷയിലൂടെയുള്ള പഠനം, അല്ലേ? ഇപ്പോൾ മാതൃഭാഷ പല സ്കൂളുകളിലൊക്കെ മാതൃഭാഷ പഠനമൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ചിലപ്പോൾ ആ പീരീഡുകളിൽ മാത്രമേ ഉള്ളൂ. മറ്റ് ഭാഷകൾക്കൊക്കെ ഒരു പ്രാധാന്യം, ഒരു കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമാണ്, അല്ലേ? പക്ഷേ സാധാരണ നമ്മുടെ കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾ കൂടുതലും മലയാളത്തിലാണ് നമ്മൾ സംസാരിക്കുക, അല്ലെ? മലയാള ഭാഷയിൽ സംസാരിച്ച നമ്മളൊക്കെ പഠിച്ചു വരുന്നത്. അപ്പോൾ ശാസ്ത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മാതൃഭാഷയിലൂടെ പഠിക്കുമ്പോൾ പഠനം കൂടുതൽ ലളിതവും രസകരവുമാകും. ഇപ്പോൾ ഈ സയൻസ് സബ്ജക്റ്റുകൾ നമുക്ക് കൂടുതലും ഇംഗ്ലീഷിലായിരിക്കും, സയൻസിൻ്റെ ടെസ്റ്റുകളൊക്കെ, അല്ലേ? കൂടുതലും ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ SCERT ഇറക്കുന്നതൊക്കെ മലയാള പരിഭാഷയുണ്ട്. പക്ഷേ മാതൃഭാഷയെ പഠിക്കുമ്പോൾ എന്താ, കുറച്ചും കൂടെ നമ്മൾ സംസാരിക്കുന്ന ആ ഭാഷയെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെയൊക്കെ എന്താണ് മനസ്സിലാകുന്ന രീതിയിലായിരിക്കും, അല്ലേ? കാര്യങ്ങൾ കുറച്ചുകൂടെ ഒക്കെ എളുപ്പമാകും, കുറച്ചുകൂടി ഈസിയായി മാറും. പിന്നീട് എന്താണ്, പഠനം കൂടുതൽ ലളിതവും രസകരമാകും, അല്ലേ? മാതൃഭാഷയെ പഠിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ഈ രംഗത്ത് നടന്നിട്ടുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത് മാതൃഭാഷയിൽ നല്ല അവഗാഹമുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഏതൊരു വിഷയവും പെട്ടെന്ന് എന്താ പഠിച്ചെടുക്കാൻ കഴിയുന്ന പറയും. നല്ലതായിട്ട് നിങ്ങൾക്ക് മലയാളം അറിയാമെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു ഗുണമുണ്ട്, ഏത് വിഷയം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് പറയുന്നത്. ശരിയാണോ? അങ്ങനെയാണോ? പെട്ടെന്ന് നമുക്ക് മറ്റു വിഷയങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാനൊക്കെ സാധിക്കും നമുക്ക് മാതൃഭാഷ പഠിച്ചാലെന്ന് ഇദ്ദേഹം പറയുകയാണ്. അതായത് മാതൃഭാഷയിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ അത്
ഹൃദിസ്ഥമാക്കി പഠിക്കുകയല്ല, നമ്മൾ മനസ്സിലാക്കുക. ചിലർ കാണാപ്പാടം പഠിക്കുകയല്ലേ, എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ബുക്ക് എടുത്ത് വെച്ചുകൊണ്ട് അങ്ങ് കരമുരാന്ന് പറഞ്ഞിങ്ങനെ കാണാതെ ഇങ്ങനെ അങ്ങ് പഠിക്കും. കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു വാക്ക് വിട്ടുപോയാൽ അവിടെ തീർന്നു അല്ലേ, മൊത്തം കംപ്ലീറ്റ് പോയി, കയ്യിൽ നിന്ന് പോയി. അപ്പം എന്ത് സംഭവിക്കും? മനസ്സിലാക്കി പഠിക്കണം അല്ലേ. നമ്മളൊരു കാര്യം പഠിച്ചാൽ അത് മനസ്സിലാക്കി അതെന്താണ് കാര്യം അല്ലേ. ഇപ്പോൾ നമ്മൾ പോരുന്ന വഴിയിൽ എന്തെങ്കിലും ഒരു കാര്യം കാണുകയാണ് അല്ലേ, എന്തെങ്കിലും ഒരു കാഴ്ച, ഒരു ബ്ലോക്ക് കാണുകയാണ്. ആ ബ്ലോക്കിനെക്കുറിച്ച് അല്ലേ, ഒരു ബ്ലോക്ക് ഉണ്ടാക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കാണാതെ പഠിക്കുകയാണ്, നമ്മൾ മനസ്സിലാക്കി പോവുകയാണ്. അപ്പോൾ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും കവിതയാണെങ്കിലും കഥയാണെങ്കിലും ആ കവിതയുടെ ആശയം എന്താണ്, ഒരു കഥ എന്താണ്, അതിലെ കഥാപാത്രങ്ങൾ ഏതാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി പോവുകയാണ് ചെയ്യണം. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുമ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ ആ ആശയം ഇരിക്കും. അതായത് മാതൃഭാഷയിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ അത് ഹൃദിസ്ഥമാക്കി പഠിക്കുകയല്ല, മനസ്സിലാക്കി പഠിക്കുകയാണ് ചെയ്യുന്നത്. അത് ഏറെക്കാലം മനസ്സിൽ ചിന്തയിലും നിലനിൽക്കുകയും ചെയ്യും. ഏറെക്കാലം മനസ്സിലും ചിന്തയിലും ഒക്കെ നിലനിൽക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ലേഖകൻ പറയുന്നത് അല്ലേ. എന്നിട്ടോ നമ്മുടെ മലയാള ഭാഷ ശ്രേഷ്ഠ ഭാഷകളിലേക്ക് ഉയർന്നിട്ടുണ്ട് അല്ലേ. മലയാളം കേരളത്തിലെ ഭരണഭാഷയാണ്. കേരള സർക്കാരിൻ്റെ ജോലി ലഭിക്കണമെങ്കിൽ എന്താ, മലയാള ഭാഷ അറിഞ്ഞിരിക്കണം അല്ലെ, പരിജ്ഞാനം വേണമെന്നുള്ളതുണ്ട്. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലെ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾ നിർബന്ധമായിട്ട് എന്താ, മലയാളം പഠിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. മാതൃഭാഷാ പഠന നിയമം 2017 മുതൽ നിലവിലുണ്ട് അല്ലേ. അത്തരം നിയമപരമായ ബാധ്യതകളൊന്നുമില്ല. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ മാതൃഭാഷ പഠിക്കുകയും അത് ഏത് വിഷയം മാതൃഭാഷയിൽ പഠിക്കുകയും ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് എന്താ, കൂടുതൽ വളർന്നു വരാൻ സാധിക്കുന്നു. അവൻ്റെ ബുദ്ധി വികാസത്തിനനുസരിച്ച് പഠിക്കാനും അവന് കൂടുതൽ അറിവ് നേടാനും ഒക്കെ സാധിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ വളരെ സഹായകമാണെന്ത്, മാതൃഭാഷാ പഠനം. ഇപ്പോൾ ഈ സുദർശൻ്റെ നിരീക്ഷണത്തിന് വളരെ പ്രാധാന്യം കൈവരുന്നത് ഇവിടെയാണ്. ഏറ്റവും സാധാരണക്കാർക്ക് വരെ അറിവും ശാസ്ത്രബോധവും സാധ്യമാക്കാൻ മാതൃഭാഷയുള്ള മറ്റൊരു ഭാഷയില്ല. അപ്പോൾ മാതൃഭാഷയാണ് ഏതൊരു കാര്യവും പഠിക്കാനായിട്ട് എളുപ്പമെന്ന് അദ്ദേഹം പറയുന്നത്. നാം കുഞ്ഞുനാൾ മുതൽ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന, ചിന്തിക്കാൻ ഉപയോഗിക്കുന്ന, സ്വപ്നം കാണാൻ ഉപയോഗിക്കുന്ന മാതൃഭാഷയോളം നമുക്ക് ഹൃദയാനുഭവം നൽകാൻ മറ്റൊരു ഭാഷയ്ക്കും സാധിക്കുകയില്ല. മാതൃഭാഷ പഠിക്കുകയും മാതൃഭാഷയിലൂടെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഒരു പൂർണ്ണമായ ഒരു സമഗ്ര വ്യക്തിത്വമാണ് വ്യക്തിക്ക് ഉണ്ടാകുന്നത്. PC സുദർശൻ എന്ന് പറയുന്ന വ്യക്തി അല്ലേ, അദ്ദേഹത്തിന് കിട്ടിയ മാതൃഭാഷാ പഠനം, മാതൃഭാഷയെ പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു, പഠിച്ചു പോകാൻ സാധിച്ചു എന്നൊക്കെ അദ്ദേഹം ലേഖനത്തിൽ പറയുകയാണ്. PC സുദർശൻ കോട്ടയംകാരനാണ് കേട്ടോ. കോട്ടയം ജില്ലയിലാണ് ജനിച്ചത്. ഒരു ഊർജ്ജ ശാസ്ത്രജ്ഞനായിരുന്നു കേട്ടോ. അമേരിക്കൻ ടെക്സസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖ്യ സംഭാവന ടാക്യോണുകൾ എന്ന കണികകളെ സംബന്ധിച്ച പരികല്പനങ്ങളൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി പോവുക. PC സുദർശൻ എന്ന് പറയുന്നത് മാതൃഭാഷാ പഠനത്തിൻ്റെ പ്രാധാന്യം എന്താണ് അല്ലേ, മാതൃഭാഷ പഠിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണ്. അപ്പോൾ ഈ ഭാഷയെക്കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞു, ഒരു ചോദ്യമുണ്ട്, മാതൃഭാഷാ പഠനം എത്രത്തോളം നമ്മളെ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരാളുടെ ഒരു ചിത്രം കാണിക്കുന്നുണ്ടല്ലേ. ഇതാരാണ്? തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ഒരു ചിത്രമാണ് അല്ലേ. ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ് ആര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അല്ലേ. അപ്പോൾ എഴുത്തച്ഛൻ ആണ് മലയാള ഭാഷയ്ക്ക് ഒരു കൃത്യമായൊരു രൂപം നൽകിയത് അല്ലേ. ഇതൊക്കെ നമുക്ക് ടീച്ചേഴ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഇത് പഠിച്ചും കേട്ടും എഴുതിയും വന്നവരാണ് അല്ലേ. പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ്. 16-ാം നൂറ്റാണ്ടിലാണ് ആര് ജീവിച്ചിരുന്നത്? എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത്. മലപ്പുറം ജില്ലയിലെ തിരൂരുള്ള തൃക്കണ്ടിയൂരാണ് അദ്ദേഹം ജനിച്ചത്. മലയാള ഭാഷയുടെ പിതാവെന്ന് സാഹിത്യ ചരിത്രം ആദരിക്കുന്ന കാവ്യഗുരുവാണ്. പാട്ടിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും സവിശേഷതകളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുതിയൊരു കവിതാരീതി ഉണ്ടാക്കി. ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള എഴുത്തച്ഛൻ്റെ ഒരു കൃതിയാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. നെക്സ്റ്റ് പഠിക്കാനുള്ളത് എഴുത്തച്ഛൻ്റെ കണ്ണാടി കാൺമോളവ് എന്നുള്ളൊരു കവിതാഭാഗമാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് മലയാളം അല്ലെങ്കിൽ മാതൃഭാഷയുടെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി പോകണം. അപ്പോൾ അത് മനസ്സിലാക്കിയ ശേഷമേ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കണ്ണാടി കാൺമോളവ് എന്നുള്ള ഒരു കവിതാഭാഗമായിരിക്കും. അപ്പോൾ PC സുദർശൻ്റെ ആ ഒരു സംഭാവനകൾ, മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ലേഖനമൊക്കെ ഒന്ന് വായിച്ചു പോവുക. നിങ്ങളൊന്ന് നോട്ട് കുറിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ബൈ.